നമ്മളെ വീണിട്ട് പോവാണ്. വിഴിഞ്ഞത്ത് പോവാണ്. അതുകൊണ്ട് ഐസ്ക്രീം ചുമ്മാ കറങ്ങാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ്. പോയിട്ട് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയാം. ഞങ്ങൾ എങ്ങനെയാണ് അവിടെ പോയിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞുതരാം. ഷാർജ അത് പറഞ്ഞ് അവിടെ പോയിരിക്കലാണ്. മുടിയുടെ ആവേശത്തിൻ്റെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ വെട്ടിയിട്ടു. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേനും എന്നെയൊക്കെ ഫ്രണ്ടിൽ മുടി വരും. അത് അലങ്കോലമാക്കാനായിട്ട്. മീക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടാണ് ഇരിക്കണത്. പക്ഷെ ഉറക്കം വന്നിരിക്കുമ്പോൾ മീ പറയുന്ന ഒരേ ഒരു കാര്യം, അമ്മ വിഴിഞ്ഞത്ത് പോകണം, അമ്മ വിഴിഞ്ഞത്ത് പോകണം. ഏത് ലോട്ടസൊക്കെ പയ്യ ഭയങ്കര വിഴിഞ്ഞത്ത് വരുമ്പോഴേ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ ഷെയ്ക്കാണ്. ഇത്രയേ ഉള്ളൂ. വീക്കെൻഡിൽ വാങ്ങിക്കാം. നമുക്ക് വീക്കെൻഡിൽ ഇവിടെ വരിക, വീക്കെൻഡല്ല ഡെയിലി ഞങ്ങൾ വരും. പക്ഷെ എന്നാലും വീക്കെൻഡിൽ ഇവിടെ വന്ന് ഓരോ ഷെയ്ക്ക് ചിലപ്പോൾ ഒരു മീറ്റ് റോള് കഴിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ സന്തോഷം. പിന്നെ വിഴിഞ്ഞത്ത് ഇപ്പോൾ കുറേ കടകളൊക്കെ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. കോഫി ഹൗസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല ഷോപ്പാണ്. കിട്ടില്ല. അത്രയും വെള്ളത്തിൽ നമ്മൾ വന്നിട്ടാ തോന്നില്ലേ? ഒന്നൊരൊറ്റ പ്രശ്നമുള്ളൂ. വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലത്തെ പൈസ പോണത് അറിയില്ല. പ്രത്യേകിച്ച് പിള്ളേരെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ടോയ് ഷോപ്പുണ്ട്. ആ ടോയ് ഷോപ്പിൽ ചേട്ടൻ പിള്ളേരെ ക്യാൻവാസ് ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. പിള്ളേർ വരുമ്പോൾ ആ ചേട്ടൻ ബബിൾസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് യൂസ് ചെയ്യും. അപ്പോൾ പിള്ളേർ അത് കാണുമ്പോൾ പിള്ളേർക്കൊരു ക്രൈസാണല്ലോ. അപ്പോൾ നമ്മുടെ പൈസ മൊത്തം പോകുന്ന വഴി അറിയില്ല. പിന്നെ നമുക്ക് കടലൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമാണ്. ഈ സമയത്ത് ഇങ്ങോട്ട് വരണം. കടലൊക്കെ കയറി കിടക്കാണ്. അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നല്ലൊരു വ്യൂ ആണ്. കുറച്ച് നേരമൊക്കെ വന്നിരുന്ന് പോവാം. നമുക്ക് റിലാക്സേഷനാണ്, അതാണ് ഉദ്ദേശിച്ചത്.